CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന LDFന്റെ വടക്കൻ മേഖലാ ജാഥയ്ക്ക് ഇന്ന് തുടക്കമാകുന്നത്. കാസർഗോഡ് തുടക്കമാകുന്നത്. കുമ്പളയിൽ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ജാഥ ഉദ്ഘാടനം ചെയ്യും. 5 മണ്ഡലങ്ങളിലെ സ്വീകരണത്തിനു ശേഷം നാളെ വൈകിട്ട് ജാഥ കണ്ണൂരിലേക്ക് പ്രവേശിക്കും. സരീഷ് പിക്കാണ് കാസർഗോഡ് നിന്നും വിവരങ്ങൾ തത്സമയം നമുക്ക് നൽകാൻ ചേരുന്നത്. സരീഷ്, ഗുഡ് മോർണിംഗ്. വലിയ പ്രതീക്ഷയോടുകൂടി മറ്റൊരു തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ് ഇടതു മുന്നണി CPIM. അപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഏറ്റ ചെറുതെങ്കിലും ഒരു തിരിച്ചടിയുണ്ട്, പരാജയമുണ്ട്. അതൊക്കെയും മറികടക്കാനുള്ള നീക്കങ്ങളും ഫോർമുലകളും ഒക്കെയും കണ്ടെത്തുകയാണ് ഈ CPIM-ഉം ഇടതു മുന്നണിയും. ഇന്നിപ്പോൾ ജാഥകൾക്ക് തുടക്കമാകുന്ന ദിവസമാണ്. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞോ? നേതാക്കളൊക്കെ എത്തിക്കഴിഞ്ഞോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? സരീഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ എല്ലാ പാർട്ടികളും എല്ലാ മുന്നണികളും സംസ്ഥാന വ്യാപകമായി യാത്രകൾ നടക്കാറുണ്ട്, ജാഥകൾ നടത്താറുണ്ട്. അതിൻ്റെ ഭാഗമായാണ് LDF-ഉം ഇത്തരത്തിലൊരു ജാഥ നടത്തുന്നത്. സാധാരണഗതിയിൽ തിരുവനന്തപുരത്തിൻ്റെ അല്ലെങ്കിൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന ജാഥകളാണ് സംഘടിപ്പിക്കാറെങ്കിൽ ഇത്തവണ മേഖലകൾ തിരിച്ചാണ് LDF-ന്റെ ജാഥ. അതിൽ വടക്കൻ മേഖലാ ജാഥയ്ക്കാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. ഇനി മധ്യകേരള ജാഥയും അതോടൊപ്പം തന്നെ തെക്കൻ മേഖലാ ജാഥയും അടുത്ത ദിവസങ്ങളിൽ ആരംഭിക്കും. എന്തായാലും കൃത്യമായി വികസനം എടുത്തു പറഞ്ഞ് ജനങ്ങളിലേക്ക് ഇറങ്ങുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് LDF-ന്റെ ഈ ജാഥ മുന്നോട്ട് പോകുന്നത്. ഓരോ മണ്ഡലങ്ങളിലും നടപ്പിലാക്കിയ പദ്ധതികൾ, ഇനി വരാൻ പോകുന്ന പദ്ധതികൾ, കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബജറ്റിൽ എന്തൊക്കെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓരോ മണ്ഡലത്തിന് വേണ്ടിയും എന്നുള്ളത് കൃത്യമായി എണ്ണിപ്പറഞ്ഞ് ജനങ്ങളിലേക്ക് എത്തിക്കുക. പ്രത്യേകിച്ച് കഴിഞ്ഞ 5 വർഷത്തേതല്ല, കഴിഞ്ഞ 10 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറയുക എന്നുള്ളത് തന്നെയാണ് LDF മുന്നിൽ കാണുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ വികസന ജാഥ എന്ന പേരിൽ തന്നെ ഈ പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്യുന്നത്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് കുമ്പളയിലാണ് പരിപാടി. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. MV ഗോവിന്ദനാണ് ജാഥ ലീഡർ. അതോടൊപ്പം തന്നെ CPI-യുടെ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗമായ MP സന്തോഷ് കുമാറാണ് അതിന് ജാഥ മാനേജർ. എന്തായാലും ഈ കാസർഗോഡ് ഇന്ന് ഉദ്ഘാടന പരിപാടി മാത്രമാണുള്ളത്. പിന്നീട് മറ്റ് 4 മണ്ഡലങ്ങളിൽ കൂടി നാളെ പര്യടനം നടത്തുന്നുണ്ട്. അതിൽ പ്രധാനമായും മറ്റ് മണ്ഡലങ്ങളിലേക്ക് എത്തുമ്പോൾ പ്രത്യേകിച്ച് ഈ മുസ്ലിം മേഖലകളിലാണ്. അപ്പോൾ സ്വാഭാവികമായും കേന്ദ്രത്തിനെതിരെയുള്ള കൃത്യമായി BJP-ക്കെതിരായുള്ള പദ്ധതികൾ അല്ലെങ്കിൽ BJP-യുടെ ഇരട്ടത്താപ്പ്, BJP-യുടെ കേന്ദ്ര നയങ്ങൾ, ഇതെല്ലാം തന്നെ എടുത്തു പറയുക. അതോടൊപ്പം മറ്റ് മേഖലകളിൽ എത്തുമ്പോൾ, അതായത് 5 മണ്ഡലങ്ങളാണ് കാസർഗോഡ് ജില്ലയിലുള്ളത്. അതിൽ 2 എണ്ണത്തിൽ മുസ്ലിം ലീഗും അതോടൊപ്പം തന്നെ 3 മണ്ഡലങ്ങളിൽ നിലവിൽ LDF MLA-മാരുമാണുള്ളത്. അപ്പോൾ LDF കോട്ടയിലേക്ക് എത്തുമ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെയോടൊപ്പം തന്നെ BJP-ക്കെതിരായ കാര്യങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ എന്താണ് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ആ മണ്ഡലത്തിന് സംഭാവന ചെയ്തത്, ആ മണ്ഡലത്തിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് വന്നിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുക. കഴിഞ്ഞ CPM-ന്റെ വിലയിരുത്തലുണ്ടായിരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചില വീഴ്ചകൾ ഉണ്ടായിട്ടുള്ളത്, കൃത്യമായി വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട്, ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായി എണ്ണിപ്പറയുക. അതോടൊപ്പം തന്നെ ചില രാഷ്ട്രീയ കാര്യങ്ങൾ കൂടി, പ്രത്യേകിച്ച് ഈ ശബരിമല വിഷയം ഉൾപ്പെടെയുള്ളവ LDF-ന് എതിരായ ആരോപണങ്ങളുണ്ട്. അപ്പോൾ അതിന് കൃത്യമായി മറുപടി പറയുക എന്നുള്ളത് കൂടി ഈ രാഷ്ട്രീയ ലക്ഷ്യമായി LDF മുന്നിൽ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2 ദിവസത്തിന് ശേഷം, അതായത് ചൊവ്വാഴ്ചയാണ് കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ ആദ്യത്തെ 2 മണ്ഡലങ്ങൾക്ക് ശേഷം പയ്യന്നൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ കുഞ്ഞികൃഷ്ണൻ ഉൾപ്പെടെ ഉയർത്തിയ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് കൃത്യമായി മറുപടി പറയുക കൂടി ഈ രാഷ്ട്രീയ ജാഥയുടെ അല്ലെങ്കിൽ ഈ വികസന ജാഥയുടെ ലക്ഷ്യമാണ്.